10 പൈസ ചിലവില്ലാതെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്കൊരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നല്ലേ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. എൻ്റെ പേര് സുജിത് ശ്രീനിവാസൻ, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് പലരുടെയും ഒരു പ്രശ്നമാണ്, ഇപ്പോൾ കിട്ടുന്ന സാലറി പോരാ, ഒരു എക്സ്ട്രാ ഇൻകം കൂടി വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി മടുത്തു, പുതിയ ഒരു കരിയറിലേക്ക് മാറണം, കുറച്ചുകൂടി ഫ്ലെക്സിബിളായ റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറിലേക്ക് മാറണം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു പാർട്ട് ടൈം ജോബ് കൂടിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും ഈ ചാനലിലെ കണ്ടന്റും ഇനി വരാൻ പോകുന്നത്. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ചും ഒക്കെയാണ്. ഇപ്പോൾ ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ആലോചിച്ച് തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ ആൾ ആലോചിക്കുന്ന കാര്യം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യും. എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത് 2 ടൈപ്പ് ആളുകളാണ്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, അതൊരു കരിയറാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ. മറ്റൊന്ന് ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏതൊരു കാര്യം പുതുതായി പഠിക്കാൻ തുടങ്ങിയാലും അല്ലെങ്കിൽ ആഗ്രഹിച്ചാലും അതിനെക്കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്ത് അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ, അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കറണ്ട് സിനാരിയോയിൽ അത് ഈസിയാണ്. കാരണം ₹1 പോലും സ്പെൻഡ് ചെയ്യാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനും പറ്റും. നിങ്ങൾ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് തൊട്ടോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡ്സും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏജൻസികളുടെ ആഡ്സും വന്നറിയും. അതിലേതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി നിങ്ങൾക്ക് അവിടെ പോയി കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്സ് അവരെ ഏൽപ്പിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 20 ദിവസവും ഒരു 2 മണിക്കൂർ, അങ്ങനെ ടോട്ടൽ ഒരു 40 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റിവെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം, ഇതിനെക്കുറിച്ചിട്ടെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രീ കോഴ്സസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആ ഒരു കോഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കരിയറായിട്ട് എടുക്കണോ എന്നുള്ളത് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും. അതല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറായി എടുത്തു, അതിൽ എന്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡ്വർടൈസിങ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലോ പോയിട്ട് നിങ്ങൾക്ക് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു 3 മന്ത് വിത്ത് പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററായി മാറും. അതുവഴി നിങ്ങൾക്ക് പുതിയ ജോബ് ഓഫേഴ്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പൈസ അവിടെ സേവ് ചെയ്യാം. കാരണം 10 പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റേഫൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 മാസം കൂടി നിങ്ങളൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇന്റേൺഷിപ്പ് തീർത്ത് അവിടെ തന്നെ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കമ്പനിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 പൈസ ചിലവാവില്ല. നിങ്ങൾക്ക് ആകെ ചിലവായത് നിങ്ങളുടെ സമയമാണ്. അതിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കായാലും കൊടുക്കാതെ പഠിക്കായാലും സമയം എന്നത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയേ പറ്റൂ. ഇനി ഒരു ബിസിനസ്സുകാരൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് വഴി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലാവും, ഞാൻ തന്നെ ഇതിനുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഞാനൊരു ഏജൻസിനെ ഹയർ ചെയ്യണോ, അല്ലെങ്കിൽ അതൊരു സിംഗിൾ പേഴ്സൻ്റെ ജോബ് ആണെങ്കിൽ ഒരു ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഹയർ ചെയ്താൽ മതിയോ, ഇതൊക്കെ തീരുമാനിക്കാൻ ആൾക്ക് ഈസി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന ആൾക്കും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വഴി ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ആദ്യം ചെയ്യാൻ കാരണം, പലരും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംഭവമാണ് എന്നൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ കണ്ടിട്ട് പോയി ചേരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് സീറോ നോളജ് ആയിട്ടാണ് അവർ പോയി ചേരുന്നത്. വൺസ് അത് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്നതിനിടയിൽ അവർ മനസ്സിലാക്കുന്നത് അവരെ കൊണ്ട് പറ്റിയ പണിയല്ല, നമുക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്രയും എമൗണ്ട് അവർക്കത് വേസ്റ്റ് ആവാണ്. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഇതിനെക്കുറിച്ച് ഈസി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏത് വെബ്സൈറ്റിലാണ് അവൈലബിൾ ആവുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ കയറുക. അത് എൻ്റെ പ്രൊഫൈൽ ലിങ്കാണ്. അതിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം. അതിൽ വിത്ത് ഓർ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സസ് ഉണ്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക.
അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.